بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. തീർച്ചയായും നിങ്ങളാണ് പ്രശ്നക്കാർ. നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള കേസുകളാണ്. എൻ്റെ ഭാര്യ 9 മാസത്തോളം പ്രയാസപ്പെട്ടു നൊന്ത് പ്രസവിച്ചു. അവന്റെ ജീവിത ഗമനത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ ചവിട്ട് പടികൾക്കും ഞാൻ അതീവമായി ശ്രദ്ധ കൊടുത്തിട്ട് അവർക്ക് വേണ്ട മേഖലകളെ ഞാൻ കൃത്യമായി പരിചരിച്ചിട്ട് അതിനു വേണ്ട സമ്പത്ത് ഞാൻ ഒരുക്കി വെച്ചിട്ട് അവന് വേണ്ടി ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗവും ഞാൻ മാറ്റിവെച്ചിട്ട് ഇന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് എല്ലാ രാത്രിയിലും കള്ളു കുടിച്ച് ലക്ക് കെട്ടി വരുന്ന ഒരു മകനാണ്. MDMA പോലത്തെ വലിയ മാരകമായിട്ടുള്ള ലഹരികൾക്ക് അടിമപ്പെട്ട് വരുന്ന മകനാണ്. ഭാര്യ ഭർത്താവാകുന്ന ഞങ്ങളെ മേൽ നേരെ കൈച്ചൂണ്ടി അനാവശ്യ വാക്കുകളും സംസാരങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന മോനാണ്. ഇതെവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെ. നിങ്ങളാണ് കുറ്റക്കാർ. എന്തുപറ്റി? പരിശുദ്ധമായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനല്ല ഉമർ തങ്ങളെ സമീപിക്കുകയാണ്. തങ്ങളെ, എനിക്കൊരു മകനുണ്ട്. ഞാൻ അവനെ കൃത്യമായി വളർത്തിയിട്ടുണ്ട്, അവന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടം ഇപ്പോൾ അവൻ ഞങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്നു. അവനെ കൊണ്ട് ഞങ്ങൾക്കൊരു സുഖവുമില്ല. ഒരു നന്മയുടെ വാക്ക് അവന്റെ വക്കിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. എന്നും അന്നും ഇന്നും എല്ലാം ഉപദ്രവത്തിലായിട്ടാണ് ഇപ്പോഴത്തെ കാലം അവൻ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, ആട്ടെ, എങ്കിൽ നിങ്ങളെ മോനെ ഒന്ന് എന്റെ മജ്‌ലിസിൽ ഹാജരാക്കണം, നിങ്ങളെ മോനെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്റെ മകനെ വിളിച്ചു കൊണ്ടുവന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, ഉപ്പ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്, എന്താ മോന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു, ശരിയാവാം. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രായം വരെ ഉമ്മയെയും ഉപ്പയെയും കണ്ട് വളർന്നിട്ട് ഇന്ന് വരെ ഉപ്പ ഉമ്മയെപ്പറ്റി നല്ലൊരു വർത്തമാനം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. എന്റെ ഉമ്മ എന്റെ ഉപ്പയെ പറ്റി നല്ലൊരു സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് ഇക്കാലം വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ കേട്ട് വന്ന വാക്കുകളും പദപ്രയോഗങ്ങളും ഏതെല്ലാമാണോ അത് തന്നെയാണ് ഞാൻ ഇന്നും ഉപയോഗിക്കുന്നത്, അത്രയേ ഉള്ളൂ എന്ന് പ്രശ്നം പറഞ്ഞപ്പോ പിതാവിന്റെ മുമ്പിൽ വെച്ചിട്ട് കുട്ടി വിഷയം അവതരിപ്പിച്ചപ്പോ മറ്റു സുലഹങ്ങളുടെ ആവശ്യമൊന്നും വന്നില്ല. മാപ്പാക്ക് കാര്യം മനസ്സിലായി, വീട്ടിലേക്ക് പോയി. ശേഷം നല്ലൊരു കുടുംബ ജീവിതത്തിന് അവിടെ വഴി തുറക്കുകയാണ് എന്നുള്ളൊരു ചരിത്രം നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ. മോനെ, ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അവിടെ പറഞ്ഞ ഖുർആൻ നിർത്തിയില്ല, തുടർന്ന് പറയുന്നു വഅഹ്ലീകും, നിങ്ങളുടെ അഹ്ലിനെയും നിങ്ങൾ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. അന്നാറ, നരകത്തിനെ തൊട്ട്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ. എന്താണ്? നിങ്ങൾ മാത്രം ഇവിടുത്തെ ദുനിയാവിൽ ജീവിച്ചിട്ട് നല്ലതുപോലെ ജീവിച്ചിട്ട് മരണം പുൽകിയിട്ട് നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇവിടെ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഒരുപാട് മറ്റു പാഠങ്ങൾ നമുക്കുണ്ട്. നമ്മളാരും സ്വന്തം നഫ്സിനെ പരിഗണിക്കുന്നവരാവരുത്. ഏത് നിലയ്ക്ക് മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പരിഗണന നമ്മുടെ നഫ്സിനെ ഒരിക്കലും ചെയ്യരുത് എന്നത് ഇസ്ലാമിൽ നമ്മളോട് കൽപ്പനയുള്ളതല്ലേ. അന എന്നുള്ളത് മറക്ക
എന്ന് മഹാന്മാർ തസവ്വുഫിന്റെ കിതാബിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് അന എന്നുള്ളതിന് പ്രസക്തിയില്ല, മറിച്ച് നഹ്നുവിനും ഹും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇസ്ലാമിന് പ്രസക്തി. അതുകൊണ്ട് നമ്മൾ നമ്മളെ പരിഗണിക്കുന്നത് പോലെ നമ്മുടെ അഹ്ലിനെയും പരിഗണിക്കണം. എന്താണ് അഹ്ല്? ഇവിടെ ഒരു വിശദീകരണമാണ്. അഹ്ല് എന്ന് പറയുന്നത് നീതിവാദികൾ നിന്റെ ഭാര്യയിൽ ഒതുങ്ങിയെന്ന് നീ കരുതണ്ട, നിന്റെ മക്കളിൽ ഒതുങ്ങിയെന്ന് കരുതണ്ട. നീ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ മേഖലകളും നിന്റെ അഹ്ലുകാരായിട്ട് പല സന്ദർഭത്തിലും വരും. അതിനെയെല്ലാം നീ പരിഗണിക്കേണ്ടതുണ്ട്. നരകത്തിൽ നിന്ന് അവരും രക്ഷപ്പെടണമെന്നുള്ള മനോധൈര്യം നമുക്കുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ഹദീസുകൾ വരുന്നത്. നമുക്കറിയാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹദീസിനും പിന്നെ പരിഗണന നമ്മൾ കാണേണ്ടത് എന്നല്ല, ഈ ഹദീസിനെയും ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ അഹ്ലുകാരനാവുന്ന ഒരാൾക്ക് നരകം കടക്കരുത് എന്ന് അവൻ ഉദ്ദേശിക്കുമ്പോ ഇവരിൽ നിന്നൊരു ഉപദ്രവം ഉണ്ടാവൂല, ഇവരിൽ നിന്നുള്ള ഒരു നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഉള്ള ഉപദ്രവം അവരുണ്ടാവൂല. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതെ പരസ്പരം സ്വർഗം നൽകണമെന്നുള്ള ലക്ഷ്യത്തിലാണ് അവിടുന്ന് ഉണ്ടായി വരുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളാകുന്ന രക്ഷിതാക്കൾക്ക് അധികമായിട്ടുള്ള രക്ഷിതാക്കൾക്കുമുള്ള വലിയ പരാതി മക്കളുടെ പ്രശ്നമാണ്. മക്കൾ മോശമായി വളരുന്നു, ഉമ്മയോടും ഉപ്പയോടും പക്വതയല്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു, ഇടപെടുന്നു, നാട്ടുകാരോടും മറ്റുള്ള ആളുകളോടും വികൃതമായ രൂപത്തിൽ പെരുമാറുന്നു തുടങ്ങിയിട്ടുള്ള ആശങ്കകളാണ് ഇന്ന് പല മാതാപിതാക്കൾക്കും മുമ്പിൽ വെക്കാനുള്ളത്. മുത്തു മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ദീൻ അവന്റെ ജനനം മുതൽ മരണം